ജമ്മു കാശ്മീർ ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ പുരോഗമിക്കവേ ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടി. ഫാറൂഖ് അബ്ദുള്ള നേതൃത്വം നൽകുന്ന പീപ്പിൾ അലയൻസ് ഫോർ ഗുപ്കാർ ഡിക്ലറേഷന്റെ വൻ മുന്നേറ്റമാണ് ജമ്മു കാശ്മീരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 20 ജില്ലകളിലെ 280 സീറ്റുകളിലേക്കായി നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം 30 സീറ്റുകളിൽ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് പീപ്പിൾസ് അലയൻസ് ഫോർ ഗുപ്കാർ ഡിക്ലറേഷൻ. ബി.ജെ.പി ഇതുവരെ വിജയം ഉറപ്പാക്കിയിരിക്കുന്നത് ആകെ 8 സീറ്റുകളിൽ മാത്രമാണ്. കോൺഗ്രസ് 4 വിജയം സുനിശ്ചിതമാക്കിയിരിക്കുകയാണ്. വോട്ടെണ്ണൽ പുരോഗമിക്കവേ 99 ഇടങ്ങളിൽ ഗുപ്കാർ സംഘം മികച്ച രീതിയിൽ ലീഡ് ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ വോട്ടെണ്ണൽ അവസാനിക്കുമ്പോൾ ഗുപ്കാർ സംഘം സംസ്ഥാനത്ത് വൻ മുന്നേറ്റമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. ഫാറൂഖ് അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസ്, മെഹബൂബ മുഫ്തിയുടെ PDP അടക്കമുള്ളവർ ഗുപ്കാർ സംഘത്തിന് കീഴിലാണ് മത്സരിച്ചത്. ജമ്മുവിൽ 35 ഗുപ്കാർ സംഘം മുന്നേറുമ്പോൾ കാശ്മീരിൽ ഗുപ്കാർ സംഘം 61 സീറ്റുകളിൽ മുന്നിലാണ്. ഇവിടെ 3 സീറ്റുകളിൽ മാത്രമാണ് ബി.ജെ.പി ലീഡ് ചെയ്യുന്നത്. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ ശേഷം ആദ്യമായി നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് DCCയിലേത്. ജമ്മു കാശ്മീരിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്. 20 ജില്ലകളിലെ 280 സീറ്റുകളിലേക്കാണ് 8 ഘട്ടങ്ങളിലായി ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടന്നത്. 2181 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. നവംബർ 28 ആദ്യഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു. അവസാനഘട്ട വോട്ടെടുപ്പ് നടന്നത് ഡിസംബർ 19 25 ദിവസമെടുത്ത് 8 ഘട്ടങ്ങളിലായിരുന്നു തിരഞ്ഞെടുപ്പ്. വോട്ടിംഗ് മെഷീനുകൾക്ക് പകരം ബാലറ്റ് പേപ്പറിലായിരുന്നു വോട്ടെടുപ്പ് നടന്നത്. കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയ കേന്ദ്ര തീരുമാനത്തിന് മുന്നോടിയായി ഫാറൂഖ് അബ്ദുള്ളയും മെഹബൂബ് മുഫ്തിയും അടക്കമുള്ളവർ വീട്ടുതടങ്കലിൽ അടക്കപ്പെട്ടിരുന്നു. ഇതോടെ എതിർചേരികളിലായിരുന്ന PDPയും NCPയും ഇതിനു പിന്നാലെ സഖ്യത്തിലാവുകയായിരുന്നു. അതിനാൽ തന്നെ പുതിയ സാഹചര്യത്തിലെ കാശ്മീരിന്റെ രാഷ്ട്രീയം ആർക്കൊപ്പമാണെന്ന് ഉറ്റുനോക്കുകയാണ് രാജ്യം. നേരത്തെ പ്രത്യേക പദവി പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് കാശ്മീരിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് ഗുപ്കർ സംഘം രൂപീകരിച്ചത്. പ്രത്യേക പദവി റദ്ദാക്കിയതിനു പിന്നാലെ സുരക്ഷാ പ്രശ്നം ഉന്നയിച്ച് മുൻ മുഖ്യമന്ത്രിയായ ഫാറൂഖ് അബ്ദുള്ള, ഒമർ അബ്ദുള്ള, മെഹബൂബ മുഫ്തി എന്നിവരെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ തടവിലാക്കിയിരുന്നു. ഫാറൂഖ് അബ്ദുള്ളയെയും ഒമർ അബ്ദുള്ളയെയും മാർച്ചിൽ മോചിപ്പിച്ചു. എന്നാൽ മെഹബൂബ മുഫ്തിയെ കഴിഞ്ഞ ഒക്ടോബറിലാണ് മോചിപ്പിച്ചത്. നേരത്തെ ശത്രുക്കളായിരുന്ന നാഷണൽ കോൺഫറൻസ്, PDP, പീപ്പിൾസ് കോൺഫറൻസ് എന്നിവർ ചേർന്നാണ് ഗുപ്കർ സംഘം രൂപീകരിച്ചത്. ഗുപ്കർ സംഘത്തിലെ പല സ്ഥാനാർത്ഥികളെയും സുരക്ഷാ പ്രശ്നം ആരോപിച്ച പോലീസ് തടഞ്ഞുവെച്ചെന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നതിൽ നിന്നും വിലക്കിയെന്നും ആരോപണമുയർന്നിരുന്നു. ഫാറൂഖ് അബ്ദുള്ള, ഒമർ അബ്ദുള്ള, മെഹബൂബ മുഫ്തി തുടങ്ങിയ പ്രമുഖ നേതാക്കളാരും തന്നെ പ്രചരണത്തിന് എത്തിയതുമില്ല. അതേസമയം കേന്ദ്രമന്ത്രിമാരടക്കം ബി.ജെ.പിക്ക് വേണ്ടി പ്രചാരണത്തിനെത്തിയിരുന്നു. -6 ഡിഗ്രി സെൽഷ്യസ് തണുപ്പിലായിരുന്നിട്ട് പോലും നിരവധി ആളുകളാണ് വോട്ട് ചെയ്യാനെത്തിയത്. ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തിയതിനാൽ അന്തിമ ഫലം വരാൻ ഇനിയും വൈകുമെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.